നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ അർബൻ സർവീസ് സഹകരണ ബാങ്ക് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ്. ഭീഷണി മുഴക്കിയത് വണ്ണപ്പുറം സ്വദേശി അഞ്ചപ്രയിൽ സിബിൻ. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിച്ചു. പട്ടയ വിഷയത്തിൽ കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെ പ്രതിഷേധം. സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു. മൂന്നാർ ചിത്രപുരത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ ആൺകുട്ടി സ്വകാര്യ റിസോർട്ടിന് മുകൾ നിലയിൽ നിന്നും അബദ്ധത്തിൽ കാൽവഴുതി വീണു മരിച്ചു. മരിച്ചത് മധ്യപ്രദേശ് സ്വദേശി പ്രാരാഗ്യ ബലാൽ. അപകടത്തിൽപ്പെട്ട ശേഷം കുട്ടിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിച്ചു. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. യോഗം ചേർന്നത് കട്ടപ്പന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട്. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. LDF വിയോജനം രേഖപ്പെടുത്തി. വിശദമായ വാർത്തകൾ. നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ അർബൻ സർവീസ് സഹകരണ ബാങ്ക് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ്. വണ്ണപ്പുറം സ്വദേശി അഞ്ചപ്രയിൽ സിബിനാണ് ഭീഷണി മുഴക്കിയത്. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിച്ചു. മാതാപിതാക്കളുടെ ചികിത്സാ ആവശ്യത്തിനാണ് സിബിൻ തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം ആവശ്യപ്പെട്ടത്. നിക്ഷേപ തുകയായ 4.25 ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാൻ പലതവണ വണ്ണപ്പുറം ബ്രാഞ്ചിലും തൊടുപുഴ ഹെഡ് ഓഫീസിലും എത്തിയെങ്കിലും ഇത് ലഭിച്ചില്ല. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ പണം തരാനാവില്ലെന്നായിരുന്നു അധികൃതരുടെ മറുപടി. ഇതേ തുടർന്ന് സിബിൻ ബാങ്കിലെത്തി പണം തിരികെ തരാതെ പോകില്ലെന്ന് ശഠിച്ചു. നിങ്ങൾ വിളിച്ചു നോക്കി, ഫോൺ ആരെ വിളിച്ചു നോക്കി കുറച്ചെങ്കിലും കൊടുത്ത പുള്ളി പറയുന്നുണ്ട്. പുള്ളി സമ്മതമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ട് സമ്മതിക്കില്ല. ലാസ്റ്റ് വാണിയാ പത്രം എടുത്തു. പത്രം ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നാണോ എനിക്ക്? ആണോ? അല്ലല്ലോ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇട്ടേക്കണ പൈസ എന്റെ പലിശ പോലെ നിങ്ങൾ തന്നിട്ടില്ല. എനിക്ക് പൈസ എത്ര ദിവസം എന്നറിയോ സാറേ ഞാൻ പറഞ്ഞത്? അപ്പോഴും ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറയണത്. ഇവരുടെ സ്റ്റാഫിൻ്റെ ഇന്നാ പൈസ എടുത്ത് തന്നേക്കണെന്ന്. ഇവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പൈസ എടുക്കാൻ എത്ര കോടി രൂപ വരെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. തുടർന്ന് പോലീസ് എത്തി സിബിനെ അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റി. പിന്നീട് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് 50,000 രൂപ നൽകാമെന്നും ബാക്കി തുക 15 ദിവസത്തിനകം തിരികെ നൽകാമെന്നുമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പട്ടയ വിഷയത്തിൽ കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെ പ്രതിഷേധം. സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സമിതിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഡാം ടോപ്പിന് മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് കർഷകർ അടിമാലി കുമളി ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉപരോധ സമരത്തിന് ശേഷം കല്ലാർകുട്ടി ടൗണിൽ കർഷക സമ്മേളനം നടന്നു. കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ വെളിച്ചത്തില് നമ്മളും പട്ടയത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പണം എഴുതുകയാണ്. പക്ഷേ നമുക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു. അതുപോലെ രണ്ടാമത്തെ ഒരു നീതി നിഷേധമാണ്. നമ്മൾ ഇവിടെ ഡാം പണിതെങ്കിലും നമുക്ക് എന്നാ കിട്ടി? ഈയിടയ്ക്ക് ചിന്തിക്കണം. ചിന്നാർ ഇവിടെ തൊട്ടടുത്ത ചിന്നാർ മക്കുവായിൽ ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ
അവിടെ ഉള്ള കർഷകർക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം കൊടുത്താണ് അവരെ അവിടുന്ന് മാറ്റിയത്. അത് കഴിഞ്ഞ് പനംകോട്ടയിൽ അതിന്റെ പവർ ഹൗസിന്റെ പണി നടക്കുന്നു. നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് രണ്ട് നീതി, അവകാശമായിട്ടുള്ള രണ്ട് നീതി നിഷേധിക്കേണ്ട ഒരവസ്ഥയാണ് ഈ അവസരത്തിൽ. നമ്മൾ ശബ്ദമുയർത്തണം പ്രിയപ്പെട്ടവരെ. തമിഴില് ഒരു ചൊല്ലുണ്ട്, നിനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേൻ, ഏതാൽ ഉയരു പോയാലും നിനയ്ക്ക മാട്ടേ. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ വിചാരിച്ചാല് പുലിയെ പിടിക്കും, എന്നാല് ജീവൻ പോയാലും ഞാൻ പിടിക്കുകയല്ല എന്ന് പറയുന്ന ഒരു തമിഴ് ചൊല്ല്. ഇതുപോലെയാ സർക്കാർ. നമ്മളെന്തേലും ഇത്ര നാളും ഒച്ചയുണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ അവകാശം പട്ടയം ഞങ്ങൾക്ക് അവകാശമാണ്, ഔദാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തിയിട്ട് നമുക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. നമ്മളിനി സർക്കാരിന്റെ തലത്തില് ജനങ്ങളുടെ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കണം, എങ്കിലേ നമുക്ക് പട്ടയം കിട്ടിയുള്ളൂ. കാരണം ഈ പ്രദേശത്തുള്ള അനേകം കുടുംബങ്ങളുടെ സ്ഥിതി നമുക്കറിയാം. വികസനമില്ല. അടുത്ത പ്രദേശത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വികസനം ഇങ്ങനെ മുന്തി നിൽക്കുമ്പോൾ ഇവിടെ വികസനത്തിൽ പുറകോട്ട് ഒരു 80 വർഷം പുറകോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ്. പട്ടയ അവകാശ സംരക്ഷണ വേദി ചെയർമാൻ PV അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. സമിതി ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ, ട്രഷറർ സാജൂസ് കറിയ, കൺവീനർമാരായ സെബാസ്റ്റ്യൻ ജോസഫ്, PS ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ, കർഷകർ തുടങ്ങിയവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. മൂന്നാർ ചിത്രപുരത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ ആൺകുട്ടി സ്വകാര്യ റിസോർട്ടിന് മുകൾ നിലയിൽ നിന്നും അബദ്ധത്തിൽ കാൽവഴുതി വീണു മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി പ്രാരാഗ്യ ബലാലാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ശേഷം കുട്ടിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം നടന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള 16-അംഗ സംഘമായിരുന്നു മൂന്നാർ ചിത്തിരപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ താമസത്തിനെത്തിയത്. അപകടത്തിൽപ്പെട്ട കുട്ടിയും കുടുംബാംഗങ്ങളും കെട്ടിടത്തിന്റെ 6ാം നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ മുറിയുടെ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗ്ലാസ് സ്ഥാപിച്ചിരുന്നു. മുറിയിൽ കിടന്നിരുന്ന കസേര വലിച്ചിട്ട് അതിൽ കയറി നിന്ന് കുട്ടി ഗ്ലാസ് തുറക്കാൻ ശ്രമിക്കുകയും ഗ്ലാസ് തുറന്നതോടെ അബദ്ധത്തിൽ ഈ ജനാല വഴി കുട്ടി താഴേക്ക് പതിക്കുകയുമായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടിയുടെ വാരിയെല്ലുകൾക്കും മറ്റും ഗുരുതര പരിക്ക് സംഭവിച്ചു. സംഭവശേഷം കുട്ടിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച വിമാനമാർഗം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിച്ചു. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. കട്ടപ്പന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. LDF യോഗത്തിൽ വിയോജനം രേഖപ്പെടുത്തി. മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. 2024 ഡിസംബർ 18 മുതൽ ജനുവരി 9 വരെയായിരുന്നു ഫെസ്റ്റിന്റെ കാലാവധി. 10 ദിവസം കൂടിയാണ് ഫെസ്റ്റിന്റെ തീയതി നീട്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. ഫെസ്റ്റിനോടനുബന്ധിച്ചായിരുന്നു അത് 19-ാം തീയതി വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ തീരുമാനപ്രകാരം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. യോഗത്തിൽ LDF കൗൺസിലർമാർ വിയോജനം അറിയിച്ചുകൊണ്ട് യോഗം ബഹിഷ്കരിച്ചു. ഫെസ്റ്റിനെ സംബന്ധിച്ച് നിരവധി ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്. വ്യാപകമായ അഴിമതി ഫെസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം ഭരണകക്ഷി കൗൺസിലർമാരും അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. നഗരസഭാ ഗ്രൗണ്ട് വാടക കുറച്ചതിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും LDF കൗൺസിലർമാർ ആരോപിച്ചു. ഈ ഫെസ്റ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യാപകമായ അഴിമതി. ഇടതുപക്ഷ കൗൺസിലർമാരെ കഴിഞ്ഞ കൗൺസിൽ ഇതിനെക്കുറിച്ച് അംഗീകാരം കൊടുക്കുന്ന കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു. ആ വിയോജനം നിലനിൽക്കുമ്പോൾ ഇന്നും കൂടി കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യാപകമായ അഴിമതി താഴെത്തട്ട് മുതൽ നടന്നിട്ടുണ്ട്. മിക്കവാറും കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭരണകക്ഷിയിലെ കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. അത് ഈ നാട്ടിൽ മുഴുവൻ വാർത്തയാണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് വീതം വെച്ചപ്പോൾ കുറഞ്ഞു പോയത് കൊണ്ടാണോ കോൺഗ്രസിലൊരു ഭാഗം മാറുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കിട്ടിയവരെല്ലാം മിടുക്കന്മാരും കിട്ടാത്തവരങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പൊതുജനം പറയുന്നത്. അതുകൊണ്ട് ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ 1 ലക്ഷം രൂപയ്ക്കാണ് ഒരു ദിവസം വാടകയ്ക്ക് കൊടുത്തത്. ആ ഫെസ്റ്റ് നടത്തിയത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനും അതിന്റെ പോഷക സംഘടനകളുമാണ്. അവർ ആ ഫെസ്റ്റിന്റെ ലാഭവിഹിതം കൊണ്ട് കട്ടപ്പനയിലെ എല്ലാ വാർഡിലെ ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുത്തു. അതോടൊപ്പം കഴിഞ്ഞ വർഷം നടത്തിയ ഫെസ്റ്റ് ഭീമമായ നഷ്ടമായിട്ടുകൂടി കട്ടപ്പനയിലെ ഒരു യുവ വ്യാപാരിയുടെ മജ്ഞമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ തുക 20 ലക്ഷത്തോളം രൂപ കൊടുത്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ടും ഈ പ്രാവശ്യം കട്ടപ്പന ഫെസ്റ്റ് 30,000 രൂപ കുറച്ചു കൊടുത്തതിന് പിന്നിൽ
വളരെ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഈ അഴിമതി ഞങ്ങൾ മുന്നും ഉന്നയിച്ചിട്ടുണ്ട്. നാളിതുവരെ ഇതിനെക്കുറിച്ച് ഭരണപക്ഷത്തുനിന്ന് ആരും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ആ പ്രതികരണം മൗനം സമ്മതം എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഫെസ്റ്റ് നീട്ടിക്കൊടുക്കുക വഴി നഗരസഭയ്ക്ക് 7 ലക്ഷത്തിലധികം രൂപയുടെ വരുമാനം ലഭിക്കും. അധിക വരുമാനം ലഭിക്കുന്നത് രോഗികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ജനോപകാരപ്രദമായ നടപടിയാകുമെന്നും നഗരസഭയുടെ തീരുമാനത്തോട് യോജിക്കുന്നുവെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. നമ്മുടെ വാർഡുകളെയൊക്കെ സംബന്ധിച്ച് ധാരാളം ക്യാൻസർ പേഷ്യൻറ്റും ഡയാലിസിസ് രോഗികളും ഒക്കെ ധാരാളം ഉള്ള ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റിൽ നിന്നും കുറച്ച് പൈസ മർച്ചൻ്റ് അസോസിയേഷനാണത് സിജോമാൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് അത് നടത്തിയത്. എന്നാൽ ഒരു ഹിറ്റും 3000 രൂപ വെച്ച് ഒരു രോഗിക്ക് കൊടുക്കാൻ അവർ മനസ്സ് കാണിച്ചു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഈ 10 ദിവസം നമ്മൾ ഈ ഫെസ്റ്റ് നീട്ടി കൊടുക്കുന്നത് കിട്ടുന്ന വരുമാനം നമ്മുടെ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിഡ്നി പേഷ്യൻ്റ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വെച്ച് ചെയ്യുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് സെക്രട്ടറിയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കൊരാശ്വാസമായിരിക്കും. മറ്റുള്ള രോഗികളാണെങ്കിലും തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കതൊരു സഹായമായി തീരും. അതുകൊണ്ടാണ് 10 ദിവസം കൂടെ നീട്ടി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തത്, അവരോട് സഹകരിച്ചത്. 72,000 രൂപ ദിവസ വാടകയ്ക്കാണ് മുനിസിപ്പൽ ഗ്രൗണ്ട് വിട്ടു നൽകിയിരിക്കുന്നത്. 10 ദിവസം കൂടി ഫെസ്റ്റിന് അനുവദിക്കുമ്പോൾ 7,20,000 രൂപ അധിക വരുമാനം ലഭിക്കും. ഇത് മുഴുവൻ വാർഡുകളിലെയും രോഗികൾക്കായി ചിലവഴിക്കാനാണ് നഗരസഭാ അധികൃതരുടെ ലക്ഷ്യം. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുന്നു. ഈ ഭാഗത്ത് കഴിഞ്ഞ നാളിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. വേണ്ടവിധം മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് ഒരു വശം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. തുടർന്ന് മാസങ്ങൾക്കുള്ളിൽ ഇവിടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്നാൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗമാണ് ചെറിയ തോതിൽ ഇടിഞ്ഞു താഴാൻ തുടങ്ങിയിരിക്കുന്നത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഭാഗത്ത് ആവശ്യത്തിന് മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് ഇവിടം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഏകദേശം 2 മാസത്തോളം ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് സംരക്ഷണ ഭിത്തി ഈ കഴിഞ്ഞ ഡിസംബർ മാസം 7-ാം തീയതിയാണ് പണി പൂർത്തിയായി തുറന്നു കൊടുത്തത്. എന്നാൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോഴുള്ള അപാകത മൂലം ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇടിഞ്ഞു താഴുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഒരു മഴക്കാലം എത്തുമ്പോഴേക്കും ആ റോഡ് പഴയ സ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ടും ആ റോഡ് ഇടിഞ്ഞു താഴ്ന്ന വലിയ അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായിട്ട് ഈ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് നിർമ്മാണം പൂർണ്ണമായി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് കാരണമെന്നും ആരോപണമുണ്ട്. കൂടാതെ മഴ ശക്തമാകുന്ന സമയത്ത് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെയുണ്ടായാൽ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയം ഉണ്ടാകും. വലിയ ലോറികളും ബസ്സുകളും അടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ്. അടിയന്തരമായി ഈ ഭാഗം ബലവത്താക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാറിൽ വീണ്ടും പട്ടാപ്പകൽ മോഷണം. 57-ാം മൈലിൽ താമസിക്കുന്ന കാളിദാസ് ഷീന ദമ്പതികളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവർ വീട് പണിയാൻ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപ മോഷ്ടാവ് അപഹരിച്ചു. വണ്ടിപ്പെരിയാറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണം പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് 57-ാം മൈൽ സ്വദേശി കാളിദാസ് ഷീന ദമ്പതികളുടെ വീട്ടിൽ മോഷണം നടന്നത്. ഇരുവരും ജോലിക്ക് പോയ സമയത്തായിരുന്നു മോഷണം. വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപ അപഹരിച്ചു. ഇതോടൊപ്പം ഷീന അയൽക്കൂട്ടത്തിൽ നിന്നും വാങ്ങി സൂക്ഷിച്ചിരുന്ന പണവും മോഷണം പോയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട് തുറന്നു കിടക്കാൻ ഞാൻ വീട്ടിൽ തുറന്നു കിടക്കാൻ ആരും കയറണ്ട, ഒച്ചയിലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒച്ച ഉണ്ടാക്കി വിളിച്ചപ്പോൾ മുകളിൽ നിന്ന് എൻ്റെ അളിയനൊക്കെ ഓടി വന്നപ്പോൾ ഞാൻ തന്നെ അവിടെ ആ വീട്ടിൽ കയറണ്ട, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ വന്ന് പാർട്ടിയിലേക്ക് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ 3 അലമാരി തുറന്നു കിടക്കുന്നു. വീട്ടിലെ അപ്പുറത്തെ മുറിയിൽ ഏണി വെച്ച് സീറ്റ് പൊട്ടിച്ച് ഏണി വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. വീട് പണിയാൻ പൈസ വെച്ചിരുന്ന 1 ലക്ഷത്തിന് മുകളിലുള്ള പൈസ മോഷണം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഒരു 5,000 രൂപ സംഘത്തിൽ അടയ്ക്കാൻ പറ്റുന്ന പൈസയും പോയിട്ടുണ്ട്. ഇവർ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചത്. സംഭവം വണ്ടിപ്പെരിയാർ പോലീസിൽ അറിയിച്ചതോടെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണത്തിനായി ഉപയോഗിച്ച ചില വസ്തുക്കൾ സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്.
വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ജൈവമാലിന്യ സംസ്കരണ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ചിത്തണ്ണി 20 ഏക്കറിൽ നടന്നു. ഉടുമ്പൻചോല MLA MM മണിയുടെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തിയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ജൈവ മാലിന്യ സംസ്കരണ സർവേ നടക്കുന്നത്. നിലവിൽ മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിൽ ഹരിതകർമ്മസേന മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ട്. 100% വീടുകളും സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയുടെ പരിധിയിൽ കൊണ്ടുവരാൻ സർവേ നടപടികൾ സഹായിക്കും. സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ചിത്തണ്ണി 20 ഏക്കറിൽ നടന്നു. ഉടുമ്പൻചോല MLA MM മണിയുടെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തിയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവനവന്റെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണം. അവനവന്റെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനമാണ്, അവർ ചെയ്യണം. അതൊരു പൊതു ക്യാമ്പയിൻ നടത്തണം. എന്തുകൊണ്ടെന്നാൽ ഈ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി നമ്മുടെ പരിസരത്തെല്ലാം മലിനമായാൽ അതേ തുടർന്ന് ഇല്ലാത്ത രോഗങ്ങൾ വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആ മാലിന്യം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകാതെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അത് വേണ്ടി വന്നെന്ന പിന്നെ ഏതെങ്കിലും നിലയിൽ നിർമ്മാർജ്ജനം ചെയ്യട്ടോ കുഴിച്ചിടുവോ ഒന്നും പല മാർഗമുണ്ട് ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ഈ എൻ്റെ വീട്ടിലുള്ള മാലിന്യങ്ങൾ അയൽവക്കക്കാരും വന്ന് നന്നാക്കുകയല്ലോ, നമ്മൾ നോക്കണ്ടേ. ഓരോ വീട്ടുകാരും അങ്ങനെ നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. പിന്നെ പൊതുസ്ഥാപനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സ്കീമും ഉണ്ടാക്കണം. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരൻ, ജി ഷിബു, CDS ചെയർപേഴ്സൺ രമ്യ റോബി, അഞ്ജന പ്രസന്നൻ, ശ്രീദേവി ജെ നായർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC അംഗം AP ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങളാണ് കോൺഗ്രസ് സമരത്തിലൂടെ മുൻപോട്ട് വെച്ചത്. ബാങ്കിലെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക, കർഷകർക്ക് ആവശ്യമായ വായ്പ അനുവദിക്കുക, എല്ലാവർക്കും ബാങ്ക് അംഗത്വം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ കോൺഗ്രസ് സമരത്തിലൂടെ മുമ്പോട്ട് വെച്ചു. KPCC അംഗം AP ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ കുടിയേറ്റ മേഖലയിൽ കാട്ടാനയോട് കരിമ്പാറക്കെട്ടുകളോട് മല്ലടിച്ച് മണ്ണിൽ കനകം വിളയിച്ച മലയോര കർഷകൻ നാട്ടിലെ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പണമെടുത്ത് കൃഷിഭൂമിയിൽ വിനിയോഗിച്ച് അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്തി അത് കൃത്യമായി അടച്ച് ഈ കാര്യവുമായി മുൻപോട്ട് പോയിരുന്ന കർഷകർ, ആ കർഷകരുടെ സമ്പാദ്യമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയാകെ നശിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ വീട്ടിൽ കൃഷിക്കാരൻ കന്നുകാലികളെ വളർത്തുന്നത് പോലെയാണ് CPM സഹകരണ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ് പശുവിനെ കറക്കാറ്. ഇത് 24 മണിക്കൂറും സഹകരണ സ്ഥാപനങ്ങളെ കറന്ന് ഇപ്പോൾ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ചോരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുന്നതും വായ്പ നൽകുന്നതും ഇടതുപക്ഷ അനുഭാവികൾക്ക് മാത്രമാണെന്ന ആക്ഷേപവും കോൺഗ്രസ് മുമ്പോട്ട് വെച്ചു. സമരത്തിൽ ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. VJ ജോസഫ്, ബേബി മുണ്ടപ്ലാക്കൽ, അലൂഷി തിരുതാളി, ഡാനി വേരംപ്ലാക്കൽ, ഷാൻഡി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കാണികൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ച് കട്ടപ്പന ഫെസ്റ്റ് മുന്നേറുമ്പോൾ ഫെസ്റ്റിൽ വ്യത്യസ്ത കായിക ഇനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘാടകർ. 2 ദിവസങ്ങളിലായി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കുന്നത്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഗ്രാമങ്ങളിലും നാട്ടുംപുറത്തുമുള്ളവർ ടെലിവിഷനിലൂടെ മാത്രം കണ്ടു പരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഹൈറേഞ്ചിന്റെ മണ്ണിൽ നടക്കുവാൻ പോകുന്നത്. കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായാണ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫെസ്റ്റ് നഗരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. മീഡിയയിലൂടെ മാത്രം കണ്ട ബോക്സിംഗ് ലൈവായി കട്ടപ്പനയിൽ ഫെസ്റ്റിലൂടെ ആസ്വദിക്കാനുള്ളൊരു അവസരം ഇവിടെ ഒരുക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബോക്സിംഗ് താരങ്ങൾ ഈ ബോക്സിങ്ങിൽ മാറ്റൊരുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായി സെപ്പറേറ്റ് ബോക്സിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഈ കായിക വിരുന്ന് ആസ്വദിക്കാൻ, ഈ കായിക മാമാങ്കം ആസ്വദിക്കാൻ
എല്ലാ നല്ലവരായിട്ടുള്ള കായിക പ്രേമികളെയും ഈ ഫെസ്റ്റിനെ സ്നേഹിക്കുന്ന എല്ലാ ബഹുജനങ്ങളെയും ഈ ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കട്ടപ്പന നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. 2 ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കാണികൾക്ക് ബോക്സിംഗ് കാണാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബന്ധപ്പെട്ട അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ടെലിവിഷനിലൂടെ മാത്രം കണ്ടു പരിചയിച്ച ബോക്സിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണികൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാം. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കുരിശുമൂട് ധർമാവലി റോഡിന്റെ 800 മീറ്റർ ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. പീരുമേട് MLA വാഴൂർ സോമൻ റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും എളുപ്പമാർഗം പീരുമേട്ടിലെത്താവുന്ന രീതിയിൽ പാത വിപുലീകരിക്കുമെന്ന് MLA പറഞ്ഞു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കുരിശുമൂട്ടിൽ നിന്നും ധർമാവലിയിൽ എത്തിച്ചേരുന്നതിനുള്ള റോഡ് കാലങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട നിവേദനങ്ങളും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ച റോഡിന്റെ 800 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. വാഴൂർ സോമൻ MLA റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും എളുപ്പമാർഗം പീരുമേട്ടിൽ എത്താവുന്ന രീതിയിൽ പാത വിപുലീകരിക്കുമെന്ന് MLA പറഞ്ഞു. 9 പഞ്ചായത്തിലും നമ്മുടെ പീരുമേട് മണ്ഡലത്തിൽ 9 പഞ്ചായത്തുണ്ട്. 9 പഞ്ചായത്തിലും ചേർത്ത് 408.45 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്തിട്ടുള്ളത് എവിടെയാ? വണ്ടിപ്പെരിയാറിൽ. അതെന്താ കാര്യം? വണ്ടിപ്പെരിയാറുകാരില്ലായിരുന്നെങ്കിൽ ഞാനും തെക്ക് വടക്ക് റോഡേ നടക്കത്തുള്ളായിരുന്നു. വണ്ടിപ്പെരിയാറാണ് പീരുമേടുമാണ് എന്നെ നിയമസഭയിൽ എത്തിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു. CPM വള്ളക്കടവ് ലോക്കൽ കമ്മിറ്റി അംഗം AV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ്, S ഗണേശൻ, MB ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചാർ ലബക്കടയിൽ മരണക്കണി ഒരുക്കി ജലജീവൻ മിഷൻ. ലബക്കട ടൗണിൽ ആശുപത്രി റോഡിനോട് ചേർന്നാണ് കരാറുകാരൻ വലിയ കുഴിയെടുത്തിരിക്കുന്നത്. മലയോര ഹൈവേയുടെ കോൺക്രീറ്റ് തകർത്ത് കുഴിയെടുത്തിട്ട് 1 മാസം കഴിഞ്ഞെങ്കിലും കുഴി മൂടാത്തതാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടിയിൽ ആരംഭിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മലയോര ഹൈവേയുടെ ഐറിഷ് ഓടയുടെ കോൺക്രീറ്റ് തകർത്താണ് വലിയ കുഴി നിർമ്മിച്ചത്. ലബക്കടയിൽ നിന്നും ആശുപത്രിയിലേക്കും പഞ്ചായത്തിലേക്കും തിരിയുന്ന റോഡിനോട് ചേർന്നാണ് വലിയ കുഴിയെടുത്തിരിക്കുന്നത്. 2 റോഡുകൾ ചേരുന്ന ഭാഗത്ത് നിർമ്മിച്ച കുഴി ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഏകദേശം 1 മാസമായി വാട്ടർ അതോറിറ്റിയുടെ ഈ കുഴി ലബക്കട ആശുപത്രി അതുപോലെ തന്നെ പഞ്ചായത്ത് നിരവധിയായ വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഈ വഴി ആൾക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ 1 മാസത്തോളമായിട്ട് ഈ കുഴി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു രീതി പറഞ്ഞ അപകടനീയ വെല്ലുവിളിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങി ഈ കുഴി മൂടുക മാത്രമല്ല ഇനി ഈ കുഴി കുറക്കാനും വേണ്ടി വരുന്നവരെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയാണ്. അത്രമാത്രം ജനങ്ങൾക്ക് ഭീഷണി. റോഡിനോട് ചേർന്ന് കുഴിയെടുത്തിരിക്കുന്നത് പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. അടിയന്തരമായി ഇവിടുത്തെ അപകട ഭീഷണി ഒഴിവാക്കാൻ കരാറുകാരൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അയ്യപ്പൻകോവിൽ നിരപ്പേക്കടയിൽ മത്സ്യമാലിന്യം റോഡരികിൽ തള്ളിയതായി പരാതി. ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾക്ക് ഇതുവഴി കടന്നുപോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ റോഡരികിൽ മത്സ്യമാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെ മേഖലയിൽ വിൽപ്പനയ്ക്ക് ശേഷം ആളൊഴിഞ്ഞ ഭാഗം നോക്കി റോഡരികിൽ മാലിന്യം തള്ളുന്നതായാണ് പരാതി. അയ്യപ്പൻകോവിൽ നിരപ്പേക്കട ഭാഗത്ത് ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ഭാഗത്താണ് കിലോ കണക്കിന് മത്സ്യമാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതോടെ ഇതുവഴി നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ പല മേഖലകളിലും മാലിന്യം കൊണ്ടുപോയി തള്ളുന്ന ഒരു പതിവായി മാറിയിരിക്കുകയാണ്. നിരപ്പേക്കട ഭാഗത്ത് മീനുകൾ വളരെയധികം കൊണ്ടുപോയി റോഡിൻ്റെ സൈഡിലായി വളരെയധികം മീനുകൾ കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. 100 കണക്കിന് ആളുകൾ അതുവഴി നടന്നു പോകുന്ന ഒരു റോഡാണ്. സ്കൂൾ കുട്ടികളടക്കം അല്ലെങ്കിൽ നടന്നു പോകാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഈ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടുവരാറുണ്ട്. അടിയന്തരമായി പഞ്ചായത്തും അതേപോലെ ആരോഗ്യവകുപ്പും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. റോഡരികിൽ തള്ളിയിരിക്കുന്ന മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിൽ ജനവാസ മേഖലകളിലൂടെ ചുറ്റിക്കറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. കന്നിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിനരികിലെത്തിയ പടയപ്പയെ RRT സംഘം തുരത്തിയിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ തന്നെ തമ്പടിച്ചിട്ടുള്ള സ്ഥിതിയാണ് ഉള്ളത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല. തോട്ടം മേഖലയിലൂടെ പടയപ്പ സൂര്യവിഹാരം നടത്തുകയാണ്. കന്നിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ഒരാഴ്ചയോളമായി പെരിയവര, കന്നിമല, ഗ്രാംസ്ലാൻഡ് മേഖലകളിലൂടെയാണ് പടയപ്പയുടെ സഞ്ചാരം. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടൗണിനരികിലെത്തിയ പടയപ്പയെ RRT സംഘം തുരത്തിയിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ തന്നെ തമ്പടിച്ചിട്ടുള്ള സ്ഥിതിയാണുള്ളത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടയപ്പ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ മതപ്പാടിന്റെ സമയത്ത് റോഡിലിറങ്ങിയ പടയപ്പ വാഹനങ്ങൾക്ക് നേരെയും മറ്റും വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. വേനൽ കനക്കുന്നതോടെ ഇത്തവണയും പടയപ്പ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 246. വിൽപ്പനയ്ക്ക് വന്നത് 61,848. വിൽപ്പന നടന്നത് 61,200. കൂടിയ വില 3,352. ശരാശരി വില 3,130. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ. ഏലം കൂടിയ വില 3,100. ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 925. കൊക്കോ 170. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,225 രൂപ. വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ അർബൻ സർവീസ് സഹകരണ ബാങ്ക് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവ്. ഭീഷണി മുഴക്കിയത് വണ്ണപ്പുറം സ്വദേശി അഞ്ചപ്രയിൽ സിബിൻ. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിച്ചു. പട്ടയ വിഷയത്തിൽ കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെ പ്രതിഷേധം. സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു. മൂന്നാർ ചിത്രപുരത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ ആൺകുട്ടി സ്വകാര്യ റിസോർട്ടിന് മുകൾ നിലയിൽ നിന്നും അബദ്ധത്തിൽ കാൽവഴുതി വീണു മരിച്ചു. മരിച്ചത് മധ്യപ്രദേശ് സ്വദേശി പ്രാരാഗ്യ ബലാൽ. അപകടത്തിൽപ്പെട്ട ശേഷം കുട്ടിയെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിച്ചു. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. യോഗം ചേർന്നത് കട്ടപ്പന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട്. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. LDF വിയോജനം രേഖപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.